ഓണ ആശംസകൾ നേരുമ്പോൾ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ ഓണാശംസകൾ നേരുമ്പോൾ ഓണം വളരെയേറെ സൂക്ഷിക്കേണ്ടതായ ഓണമാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ, ചുമ, പനി, അങ്ങനെയുള്ള കാലാവസ്ഥകളൊക്കെ അതിജീവിക്കാനും കൂട്ടുകൂട്ടി തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഒന്നാണ്. തൃക്കാക്കരയപ്പനും ഒന്നാണ്, പൂർണ്ണത്രയീശനും ഒന്നാണ്, തലപ്പുഞ്ച മഹാദേവനും ഒന്നാണ്, വൈക്കത്തപ്പനും ഒന്നാണ്, വായ്ക്കരക്കാവിലും അമ്മയാണ്, കുനയത്തമ്മയും ഒന്നാണ്. എല്ലാം ഒന്നാണ്. ഒന്നായ നിന്നേഹ് രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബതം ഉണ്ടാവതല്ലവമ്മ. ആവശ്യങ്ങൾക്കായിക്കൊണ്ട് മാത്രം ഭക്തജനത്തിൻ്റെ ആവശ്യത്തിന് അനുസരിച്ച് അവതാരങ്ങൾ എടുക്കുന്നു എന്നർത്ഥം. ദേവീ ഭാഗവതത്തിലൂടെ പോകുമ്പോൾ ദേവിയായിട്ട് അവതാരം എടുക്കുന്നു. ശിവപുരാണത്തിലേക്ക് പോകുമ്പോൾ മഹാദേവനാണ് അവതാരം എടുത്തിരുന്നു. വൈഷ്ണവമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ മഹാവിഷ്ണുവാണ് അവതാരം. വാമന അവതാരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, വാമന അവതാരം യോഗീശ്വരനായിക്കൊണ്ട് ഒരു ചെറിയ രൂപത്തിൽ, ചെറിയ കുഞ്ഞിൻ്റെ രൂപത്തിൽ വരുന്നതായ ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തിൽ തോലക്കേണ്ട ഉപന്യച്ചുണ്ണിയായിട്ട് വരുമ്പോൾ അത് യോഗീശ്വരൻ്റെ പ്രതീകമാണ്. ഉപന്യച്ചുണ്ണി എന്ന് വെച്ചാൽ അത് ശുദ്ധമായിക്കൊണ്ട് ഉപന്യച്ചുണ്ണികൾ എങ്ങനെയാണ്, വേറെ ആരും സ്വന്തം അമ്മയെ പോലും തൊടാറില്ല പണ്ട്. തോല് ധരിച്ചിരിക്കുന്ന സമയത്ത് ഗായത്രി ജപത്തോടുകൂടി തന്നെ അഗ്നി യജനത്തോട് തന്നെ ചമതയൊക്കെ ഹോമിച്ചുകൊണ്ട് ഭൂസ്വഹ ഭൂസ്വഹ സുസ്വഹ ഭൂസ്വഹ മുതലായ കാര്യത്തിൽ ഞങ്ങളെ എതിർവേദ അനുസരിച്ച് അങ്ങനെ ഋഗ്വേദകൾക്ക് ചില മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ ചമത ഹോമിച്ചതിന് 3 വർഷം ഉന്നിച്ചുണ്ടയാണ്. ആ ഉന്നിച്ചുണ്ടയായ രൂപത്തിൽ ഭഗവാൻ വന്നപ്പോൾ അവിടെ യോഗീശ്വരൻ, ആ സമയത്ത് യോഗീശ്വരൻ തന്നെയായിരുന്നു. അല്ലാതെ യോഗീശ്വരന്മാരെ അനുഗ്രഹിക്കുന്ന നമുക്കറിയാം കാഞ്ചി കാമകോടി സ്വാമികൾ, അതുപോലെ തന്നെ ഏത് ശങ്കരാചാര്യ പരമ്പരകളടക്കം ആരായാലും അനുഗ്രഹിക്കുന്നത് പാദം കൊണ്ടാണ് എന്നർത്ഥം. അപ്പോൾ അതാണ് പാദ നമസ്കാരത്തിന് പ്രത്യേകത, യോഗീശ്വരന്മാരുടെ പാദ നമസ്കാരം. അപ്പോൾ പാദ നമസ്കാരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പാദം കൊണ്ടാണ് അനുഗ്രഹിക്കുന്ന യോഗീശ്വരന്മാരെല്ലാവരും. അങ്ങനെ അനുഗ്രഹിക്കുന്നതായ അവതാര മൂർത്തികളൊക്കെ സംബന്ധിച്ചാണ് വാമനമൂർത്തി. അല്ലാതെ ഒരു കാരണവശാലും പാതാളത്തിലേക്ക് ചവിട്ടിത്താറ്റിയിട്ടില്ല. പാതാളം തലമാരഭ്യ എന്നൊക്കെ പറയും, ഭൂഭുവ, ധാരാളം ലോകങ്ങൾ. നമ്മൾ ഈ കാണുന്നതായ ഒരു സൗരയൂഥം മാത്രമല്ല ഉള്ളൂ, ബാക്കി 11 സൗരയൂഥങ്ങളുണ്ട്. അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളുണ്ട്. നിരവധി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ളതായ ഐശ്വര്യവത്തായ പലതുണ്ട്. സുതലം സ്വർഗവിപാഠ്യം, സ്വർഗത്തിൽ ഉള്ളവർ പോലും പ്രാർത്ഥിക്കുന്ന ഒരിടമാണ് സുതലത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഈ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത് അവനവൻ്റെ സ്വഭാവം അനുസരിച്ച് പറയുന്ന, ഒരു പുരാണങ്ങളിൽ പറയുന്നില്ല ചവിട്ടി അങ്ങനെ താഴ്ത്താൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. ഒരാളെ ചവിട്ടിക്കഴിഞ്ഞാൽ താഴ്ത്താൻ പറ്റും. ചവിട്ടി ഭൂമിക്ക് കട്ടിയില്ലേ, അങ്ങനെ താഴ്ത്താൻ പറ്റൂ? ഇല്ല. ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവമാണെന്നർത്ഥം. മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെ, മറ്റുള്ളവരുടെ ഐശ്വര്യങ്ങളെ, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളുടെ, മറ്റുള്ളവരുടെ ജീവിത ഐശ്വര്യങ്ങളുടെ, മറ്റുള്ള കലയിലുള്ളതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് കഷ്ടപ്പെട്ട് ഒരുപാട് പൈസയും മുടക്കി, ഒരുപാട് ഗുരുനാഥന്മാർക്കും ദക്ഷിണയും കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടുള്ളതായ ധാരാളം ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, കലാകാരന്മാരൊക്കെ ഉണ്ട്. അവരെ ചവിട്ടിത്താഴ്ത്തുന്ന സ്വഭാവം ഉള്ളവരാണ് ഈ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത്. അപ്പോൾ സുതലം സ്വർഗവി പ്രാർത്ഥ്യം. അവിടെ വിന്ധ്യാവലി തഥാകർണ്യ, ഭാഗവതം പറയുന്നു വിന്ധ്യാവലി ദേവി കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. കൊടുക്കാൻ കാരണം, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, തലപ്പുഞ്ചയിലും കിട്ടും, ഈ കേൾക്കുന്ന എവിടെയാണെങ്കിലും കിട്ടും. എവിടെ കേട്ടാലും കൊടുത്താൽ കിട്ടും. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നതല്ല, കൊടുത്താൽ എവിടെയും കിട്ടും. അപ്പോൾ വിന്ധ്യാവലി ദേവിക്ക് അറിയാം ഇത് മുഴുവൻ ഭഗവാന്റെയാണെന്നറിയാം. അവിടെ കലശം, സ്വർണ്ണ കലശത്തിൽ ഭഗവാന്റെ പാദപൂജ കഴിച്ചുകൊണ്ട് പാദാഭിഷേകം ചെയ്തതിന് ശേഷം അവിടെ അത്യധിഷ്ഠദശാങ്കുലം, 14 ലോകങ്ങളും പ്രവർദ്ധത അത്ഭുതകരമായ അത്ഭുതം തന്നെയാണ്. അത്ഭുതം എന്ന് വാക്ക് കൃഷ്ണന് മാത്രമേ അധികം ഉപയോഗിച്ചു കണ്ടുള്ളൂ. തമത്ഭുതം ബാലകമം ഭുജക്ഷണം ചതുർഭുജം, അത്ഭുത സ്വരൂപനായിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതം ഭാഗവതത്തിലൂടെ പോകുമ്പോൾ ഗുരുനാഥനായ ഭാഗവത പറയുമ്പം ചന്ദ്രമല ഗോവിന്ദൻ മുതൽ ഇന്ന് ഗുരുവായൂർ എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗുരുനാഥനായ ഭാഗവത പ്രദീപം പറയുന്നതാണ് അത്ഭുതം എന്നൊരു വാക്കിന് പ്രത്യേകതയുണ്ട്. ഒറ്റ അത്ഭുതം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഞാൻ കൂട്ട വായനയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹം അത്ഭുതം എന്നൊരു വാക്ക് വൈകിട്ട് 4:45 മുതൽ സന്ധ്യ വരെ 6 മണി വരെ കൃഷ്ണാവതാരത്തിൻ്റെ അന്ന് നേരത്തെ വായിച്ചു വെച്ചു, അവതാരത്തിൻ്റെ ഇത് ചോദിച്ചു. ബാക്കി ആ അത്ഭുതം എന്ന വാക്കുകൊണ്ട് 1.25 മണിക്കൂർ അദ്ദേഹം പ്രഭാഷണം നടത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ന് കഴിവ് എനിക്കില്ല. അപ്പോൾ അത്ഭുത സ്വരൂപനായ ഒന്ന് തത് വാമനം രൂപം അർദ്ധത അത്ഭുതകരമായ രീതിയിൽ വളർന്നതായ അദ്ദേഹം
3 അടി അവിടെ അളന്നെടുക്കുകയാണ് ഉണ്ടായത്. ബാക്കി ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ശിരസ്സാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു അഹംഭാവം എനിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും വലിയ ഭക്തനില്ല, അഹംഭാവം ഇല്ലാത്തതായ, അഹംഭാവം മുഴുവൻ പോയതായ ബലിയുടെ തലയിൽ പാദം വെച്ച് അനുഗ്രഹിച്ച് ഇപ്പോൾ വാമനമൂർത്തി അവിടെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നു. ലോക ചരിത്രത്തിൽ ഏത് കഥ എടുത്തു നോക്കിയാലും നമുക്കറിയാം പല കഥകളുണ്ട് എന്നർത്ഥം. പല കഥകൾ ഏതെങ്കിലും പുരാണങ്ങളിൽ പറയാൻ പറ്റുമോ ഭഗവാൻ കാവൽക്കാരനായിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ബലിയുടെ പ്രത്യേകതയാണ്, മഹാബലിയുടെ പ്രത്യേകതയാണ്. മഹാബലി ദാനം ശിബി ചക്രവർത്തി ഉണ്ടായിരുന്നു. അവിടെ പരീക്ഷയ്ക്കനായി കൊണ്ട് വന്നപ്പോൾ അവിടെ ഇത് സ്വന്തം തുടയിലെ മാംസം കൊടുത്ത് തൂക്കം നോക്കിയത് ശിബിയുടെയൊക്കെ ചരിത്രം നമുക്കറിയാം. അല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും അവിടെ ബലി ചെയ്തിട്ടില്ല. തൻ്റെ രാജ്യം നഷ്ടപ്പെടുന്നു അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ഭക്തനായ ബലിയെ ഓർമ്മിപ്പിക്കുമ്പോൾ പ്രത്യേകം പറയുന്നു. ഓണക്കാലങ്ങളിൽ യാതൊരു കാരണവശാലും ഭാരതത്തിൻ്റെ അഭിമാന രാജാവായ ബലിയെ മറ്റുള്ള രീതിയിൽ തമാശയിലൂടെയോ വലിയ കുടവയറും വലിയ ഇതൊക്കെ ആയിട്ട്, കുടവയർ ഈ പറയുന്നവൻ്റെ സ്വഭാവമാണ്, തിന്നു കൊഴുത്ത് കുടവയറുണ്ടായി നടക്കുന്നവനാണ് ബലി രാജാവ്. ദാനം ചെയ്യുന്ന രാജാവ് ഒരു നല്ലൊരു രാജാവിൻ്റെ രീതിയിലുള്ള ഏറ്റവും സൂര്യനമസ്കാരം ചെയ്യുന്നതായ ബലി രാജാവ് വളരെ സുന്ദരനായ ഒരു നല്ല സ്വരൂപമാണ്. ദയവായി അദ്ദേഹത്തെ വൾഗറായിട്ട് ചിത്രീകരിക്കരുത്. വലിയ ബെടാമീശയും വെച്ച് വലിയ തടിയും വെച്ച് വലിയ കുടവയറും വെച്ച് അങ്ങനെയൊന്നും അല്ല ബലി മഹാരാജാവ്. ദാനം ചെയ്യുന്നവൻ കാൽ ഭാഗം വയറ് ഒഴിച്ചിടും. കാരണം ആ കാൽഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കണം. ആ കാൽഭാഗം വയറൊഴിച്ചിട്ടവന് മാത്രമേ ആരോഗ്യം നിലനിർത്തുള്ളൂ. അങ്ങനെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ഓണക്കാലത്തും നമ്മൾ സംസാരിക്കാറുള്ള, ചർച്ച ചെയ്യാറുള്ള, സംവദിക്കാറുള്ള വിഷയമാണ് ബലി എന്ന് പറയുന്നത്. വിന്ധ്യാവലി എന്ന് പറയുന്ന ഭാര്യയടക്കം മഹാബലി ചക്രവർത്തി എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും എവിടെയെങ്കിലും അങ്ങനെ അറിയപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കോടതിയിൽ പോകാൻ സാധിക്കും. അങ്ങനെ യാതൊരു കാരണവശാലും ബലി എന്നുള്ള ചക്രവർത്തിയെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കരുത്. പലരും കഴിഞ്ഞ വർഷം പരമാവധി വളരെ കുറച്ച് മാത്രമേ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഈ വർഷം ഒരു സംഭവം പോലും ഉണ്ടാവരുത്. അവിടെ വാമനമൂർത്തിയുടെ അനുഗ്രഹത്താൽ കിട്ടുന്നതായ വാമനമൂർത്തിയുടെ അനുഗ്രഹത്താൽ സുതലത്തിൽ പോയി ഇപ്പോഴും അവിടെ വസിക്കുന്നതായ നമ്മളെ കാണാനെത്തും എന്നുള്ളതായ ഒരു സങ്കല്പം, അത് സങ്കല്പം സത്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ഈ വലിയ കുടവേറും ഒക്കെ വെച്ചും ഈ ബഡാമീശയും വെച്ചൊന്നുമല്ല. ഒരു രാജാവ് എങ്ങനെ എഴുന്നള്ളി വരുന്നു ആ രീതിയിൽ തന്നെ നമ്മുടെ ഗ്രഹങ്ങളിൽ ബലി മഹാരാജാവ് എത്തട്ടെ. അദ്ദേഹത്തിൻ്റെ പാദപൂജ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. പാദപൂജ ചെയ്യാൻ സാധിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, ആ പാദപൂജയ്ക്ക് തുല്യമാണ് അനാഥാലയങ്ങൾ എന്ന് പറയാം. സനാഥാലയം എന്ന് പറയാൻ പാടില്ല, സനാഥാലയങ്ങളടക്കം ഒരുപാട് പേര് ഓണക്കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു നേരത്തെ വസ്ത്രത്തിന് വേണ്ടി, ഒരു നേരത്തെ നല്ല പൂക്കളമിടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ജീവാത്മാക്കളുണ്ട്. അവരും ഈശ്വരന്മാർ തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഓണത്തിന് ചിലവാക്കുന്ന, ആഘോഷിക്കുന്നതിൻ്റെ പോയിൻ്റ് ഒരു അംശമെങ്കിലും ഞങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുക. പോയിൻ്റ് ഒരു അംശം, ഒരു കണക്കും പറയില്ല. 9605139916 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ, അത് ജാതി മത വർഗ രാഷ്ട്രീയ ഭന്യേ എല്ലായിടത്തും എത്തിക്കുന്നു. അത് കൃത്യമായ രീതിയിൽ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൃത്യമായ രീതിയിൽ തന്നെ ഞങ്ങൾ ഇട്ട് തരുന്നതാണ്. അതിനകത്ത് എല്ലാവരും ഉണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, ജൈനന്മാരുണ്ട്. അങ്ങനെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു 10 പൈസ പോലും ഞങ്ങൾ പെട്രോൾ അടിക്കാൻ എടുക്കാറില്ല. ഞങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ഞങ്ങളും അവരുടെ കുട്ടികളുടെ പോടെ ഇരുന്ന് ആഹാരം കഴിക്കുകയും അവർക്ക് വസ്ത്രം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് അവരും ഈശ്വരന്മാരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. യാതൊരു സംശയവുമില്ല. 9605139916 ഒരു നാണയമെങ്കിൽ ഒരു നാണയം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു തരും. ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന് 1 രൂപയാണെങ്കിലും 1 രൂപ രസീത് തരും. അത് സംശയമൊന്നുമില്ല. അത് ഏതാലയങ്ങളായാലും ആരുടെയാണെങ്കിലും കൃത്യമായ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ അതിൻ്റെ രസീത് ഓണം കഴിയുമ്പോൾ തരും. അപ്പോൾ അതിന് കൃത്യമായ തെളിവോട് ഞങ്ങൾക്ക് 10 പൈസ വേണ്ട. അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് ഓർമ്മിപ്പിക്കുന്നു.